കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് സംഘാടകരായ മൃദംഗനാഥത്തിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. നൃത്താധ്യാപകർ പണം കൈമാറിയ അക്കൗണ്ടുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. സ്റ്റേജ് ദുർബലമെന്ന് പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. റിപ്പോർട്ട് പോലീസിന് കൈമാറി. ഇരുമ്പ് കാലുകൾ കോൺക്രീറ്റ് ഇഷ്ടികയ്ക്ക് മുകളിലാണ് ഉറപ്പിച്ചിരുന്നത്. കൈവരികൾ സ്ഥാപിക്കാതിരുന്നതും അപകടത്തിന് കാരണമായെന്നും റിപ്പോർട്ട്. കൂടാതെ അതേസമയം മൃദംഗാവിഷൻ മുഖ്യ ചുമതലക്കാരൻ എം നികോഷ് കുമാർ, ഓസ്കാർ ഇവൻറ്റ്സ് മാനേജ്മെൻറ്റ് നടത്തിപ്പുകാർ ജിനേഷ് എന്നിവർ ഇന്ന് കീഴടങ്ങിയേക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിജീഷ്, ഈ ഒരു കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLAക്ക് പരിക്ക് പറ്റിയ ആ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിരവധി വാർത്തയുടെ അപ്ഡേറ്റുകൾ ഇന്നുണ്ട്. അതിലേറ്റവും പ്രധാനം മൃദംഗനാഥത്തിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നുള്ളത് തന്നെയല്ലേ? നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ സംഘങ്ങളാണ് അന്വേഷിക്കുന്നത്. അത് പൊതുമരാമത്ത് വകുപ്പിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ അവിടെ സ്റ്റേജ് നിർമ്മിച്ചതിലെ അപാകതകൾ അടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കുന്നു. മറുഭാഗത്ത് പോലീസ് എടുത്ത കേസുകളിൽ അത് വിശ്വാസവഞ്ചനയുണ്ട്, ഒപ്പം തന്നെ നരഹത്യാശ്രമത്തിനുള്ള കേസുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ എടുത്ത കേസുകളുണ്ട്. അതിനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. അതിനിടയിലാണ് കൂടുതൽ നടപടികൾ, ശക്തമായ നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഇവരുടെ അക്കൗണ്ടുകൾ, സാമ്പത്തിക ഇടപാടുകളുടെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു. പ്രധാനമായും ഈ നർത്തകരിൽ നിന്ന് അടക്കം പണം വാങ്ങിയ ശേഷം രജിസ്ട്രേഷൻ പണമായി വന്നിട്ടുള്ള ആ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. 3.5 കോടിയിലധികം രൂപ കളക്ട് ചെയ്തു എന്ന് തന്നെയാണ് മൃദംഗാവിഷൻ MD തന്നെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് 3.5 കോടിയിലധികം രൂപ കളക്ട് ചെയ്തു. അതിൽ 3 കോടി 10 ലക്ഷം രൂപ തങ്ങൾക്ക് ചിലവായി എന്ന കാര്യമാണ് അവർ പറയുന്നത്. എന്നാൽ പരാതി നൽകിയ ആളുകൾ, വിശ്വാസവഞ്ചനയ്ക്ക് പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ ബിജി എന്ന ഒരു രക്ഷകർത്താവ് നൽകിയ പരാതിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ തുകയാണ് വാങ്ങിയത്. 2000 രൂപ ആദ്യം തങ്ങളിൽ നിന്ന് വാങ്ങി. അതിനുശേഷം പിന്നീട് മറ്റേ വസ്ത്രങ്ങളുടെ പേരിൽ ഈ പണം വാങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ വലിയ തുക ഇവർ കൈപ്പറ്റി എന്ന കാര്യമാണ് ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംഘാടകർക്കെതിരെ വിശ്വാസവഞ്ചനയ്ക്ക് കൂടി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി ഈ ഘട്ടത്തിൽ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. അവർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റേജ് അത് മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഉള്ളതായിരുന്നില്ല. മുള കൊണ്ട് അതിൻ്റെ കൈവരികളും ഒപ്പം തന്നെ അതിന് ബലപ്പെടുത്തിയിരുന്നതും താഴത്ത് വെറും ഇഷ്ടിക കഷ്ണങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് അത് ബലപ്പെടുത്തിയിരുന്നത്. കൈവരികളില്ലാത്തതും ഇത്രയും വലിയൊരു അപകടത്തിന് കാരണമായി. കാരണം തൊട്ട് വലിയ അടിത്താഴ്ചയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവിടെ കൈവരികൾ കെട്ടാൻ ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായില്ല. അവിടെയെല്ലാം എങ്ങനെ പണം ലാഭിക്കാം, അല്ലെങ്കിൽ ഈ സ്റ്റേജ് ഡെക്കറേഷനുമായി ബന്ധപ്പെട്ടും സ്റ്റേജ് അറേഞ്ച്മെന്റ്സുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിലടക്കം സാമ്പത്തികമായി തങ്ങളിലേക്ക് ലാഭം എത്തുന്ന വിധത്തിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നത് മാത്രമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും നോക്കിയിരുന്നത്. അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും ഇത്തരത്തിൽ വീഴ്ചകൾ വലിയ തോതിൽ തന്നെ വരുത്തിയത്. ബാരിക്കേഡുകളടക്കം സ്ഥാപിക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും ഇല്ലാതിരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇതിനിടയിലാണ് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നുമുള്ള ഒരു നിർദ്ദേശം ഈ 2 പേർക്ക്, മൃദംഗാവിഷന്റെ ചുമതലക്കാരനായ നികോഷ് കുമാറിനും ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പുകാരൻ ജിനേഷിനോടും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവർ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് അന്വേഷണവുമായി ആദ്യം സഹകരിക്കുക, തുടർന്ന് തുടർ നടപടികളിലേക്ക് കടക്കാമെന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കീഴടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ ചോദ്യം ചെയ്യലടക്കം നടപടികളിലേക്ക് തന്നെയായിരിക്കും പോലീസ് കടക്കുക. എന്നാൽ അവർ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് അടക്കം വിശദീകരിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടായിട്ടില്ല. എല്ലാ തരത്തിലുള്ള പരിശോധനകളും നടത്തിയ ശേഷമാണ് അവിടെ കലൂർ സ്റ്റേഡിയത്തിൽ തങ്ങൾക്ക് അനുവാദം നൽകിയത്. ഈ മെഗാ തിരുവാതിര നടത്തുന്നതിന്, ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള മെഗാ തിരുവാതിര നടത്തുന്നതിനുള്ള അനുമതി തങ്ങൾക്ക് ലഭിച്ചത്. അവിടെ സാധാരണ നിലയിൽ സ്റ്റേഡിയത്തിനകത്തേക്ക് അങ്ങനെ അനുവാദമില്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല. അവിടെയാണ് തങ്ങൾ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അനുമതിയോടെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല ഈ പറയുന്ന രീതിയിലുള്ള പണപ്പിരിവ് നടത്തിയിട്ടില്ല. 2900 രൂപയാണ് ഓരോ ആളുകളിൽ നിന്നും പിരിച്ചത്. അത് വസ്ത്രങ്ങളുടെ, ഈ നൃത്തത്തിനായി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ, സാരിയുടെ എല്ലാം തന്നെ വില ചേർത്താണ് ഇത്തരം വാങ്ങി. 2 സാരിയും ഭക്ഷണവും അടക്കമാണ് ആ തുക. അതിലധികം തുക വാങ്ങിയിട്ടില്ല എന്ന കാര്യമാണ് അവർ വിശദീകരിക്കുകയും ചെയ്തത്. ഒരു ഭാഗത്ത് സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വിശദീകരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വന്നിട്ടുള്ള വലിയ വീഴ്ചകളും സാമ്പത്തിക ഇടപാടുകളിലും കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ തുക
പറഞ്ഞതിലധികം അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതിലധികം വലിയ തുക ഇത്തരത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഡാൻസ് സ്കൂളുകളിൽ നിന്നും എല്ലാമായി പിരിച്ചതിന് ശേഷം യാതൊരു സൗകര്യങ്ങളും പോലും അവർക്ക് ഒരുക്കി കൊടുത്തില്ല എന്നത് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും അന്വേഷണം നീങ്ങുന്നത്. ഒപ്പം തന്നെ ഉമാ തോമസിന് അപകടം പറ്റിയതിന് ഇടയാക്കിയ സാഹചര്യങ്ങളിൽ വധശ്രമത്തിലേക്ക് നയിച്ച ബന്ധപ്പെട്ട കേസുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ജാമ്യമില്ലാ വകുപ്പുകളിലാണ് ആ ഒരു കേസ് ഉള്ളത്. ജിജീഷ്, അതുപോലെ തന്നെ ഈ സംഘാടനത്തിൽ പിഴവില്ല എന്ന മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഈ അപകടത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരോട് സ്റ്റേജ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഒരു കുഴപ്പവുമില്ല, നല്ല ബലത്തിലാണ് സ്റ്റേജ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു എന്നുകൂടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയുണ്ടായി. ഇത് കഴിഞ്ഞ അധികമായിട്ടില്ല, അതിന് മുമ്പാണ് ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് സ്റ്റേജ് ദുർബലമാണ് എന്ന്. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം നമ്മളുടെ ദൃശ്യങ്ങൾ അന്ന് തൊട്ടടുത്ത ദിവസം, ഈ അപകടത്തിന് തൊട്ടടുത്ത ദിവസം നമ്മുടെ രേഷ്മ ബാബു ഓടുന്ന ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുമായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ ഒരു കോൺക്രീറ്റ് ഇഷ്ടികയ്ക്ക് മുകളിൽ ആണ് ഈ ഒരു സ്റ്റേജിൻ്റെ കാലുകൾ ഉറപ്പിച്ചിരുന്നത്. വെറും കോൺക്രീറ്റ് ഇഷ്ടികയ്ക്ക് മുകളിൽ വെറുതെ വെച്ചിരിക്കുന്നു, അത് വേറെ എങ്ങും ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് അന്ന് വ്യക്തമായിരുന്നു. ജിജീഷ്, നിഖിൽ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അത് തുടക്കം മുതൽ തന്നെ ആ ഒരു സംഭവ സ്ഥലത്ത് എത്തുന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു വീഴ്ച മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത്ര വലിയ ഒരു പരിപാടി നടക്കുന്നു, ആ സ്റ്റേജിൽ VIP ലോഞ്ചിലുള്ള സ്റ്റേജിൽ നിരവധി ആളുകൾ തിങ്ങി ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ ആളുകളെയാണ് അവർ പങ്കെടുപ്പിച്ചിരുന്നത്. എന്നാൽ അവിടെ ഏറ്റവും മുന്നിലത്തെ വരിയിൽ പോലും കസേരകൾ നിരത്തിക്കൊണ്ട് ഒരാൾക്ക് കടന്നു പോകാൻ അതേതാണ്ട് 50 സെന്റിമീറ്റർ എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പരിശോധിച്ചതിന് ശേഷം അവിടെ അളവുകൾ എടുത്തതിന് ശേഷം അവർ പറഞ്ഞത് 50 സെന്റിമീറ്റർ മാത്രമാണ് ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി ഉണ്ടായിരുന്നത്. ആ ഒരു വഴിയിലൂടെയാണ് ഈ വിശിഷ്ടാതിഥികളെല്ലാം തന്നെ കടന്നു വന്നത്. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം MLA അടക്കമുള്ള ആളുകൾ കടന്നു വന്നത്. അവിടേക്കാണ് വീണ്ടും നടന്നു പോകുന്ന വഴിക്ക് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത്. അങ്ങനെ ഒരാൾക്ക് കടന്നു പോകാൻ മതിയായ സ്ഥല സൗകര്യം പോലും ഏർപ്പെടുത്തിയിരുന്നില്ല എന്ന കാര്യം തന്നെയാണ്. എന്നാൽ നേരത്തെ തന്നെ സജി ചെറിയാനെതിരെ അല്ലെങ്കിൽ പാർട്ടി ബന്ധങ്ങൾ, ഈ സംഘാടകരുടെ പാർട്ടി ബന്ധങ്ങളും താല്പര്യങ്ങളും അവരോടുള്ള CPMന്റെ താല്പര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് നേരത്തെ തന്നെ ഉയർന്നിരുന്നു. സജി ചെറിയാന് ഇതിലുള്ള പ്രത്യേക താല്പര്യം എന്താണ് എന്നത് സംബന്ധിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സംഘാടകർക്ക് ഇത്തരത്തിൽ അനുമതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിവേഗം ലഭിക്കുന്നതിന് എങ്ങനെയാണ് സാഹചര്യം ഒരുങ്ങിയത് എന്ന കാര്യം പരിശോധിക്കണം. കാരണം ഇതിൻ്റെ മുഖ്യ സംഘാടകർ വീണ്ടും സബ്ബായിട്ട് മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നു. അവർ ഇതിൻ്റെ അനുമതികൾക്കായി ഓടി നടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ചില അനുമതികൾ ലഭിക്കാതായതോടെ വീണ്ടും മറ്റ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇവന്റ് ഗ്രൂപ്പിന് തന്നെ ഇതിൻ്റെ സംഘാടക ചുമതല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകുന്നു. അവർ അതിവേഗത്തിൽ അത് പൂർത്തിയാക്കി എന്ന മറുപടിയാണ് പിന്നീട് ഈ ഒരു മുഖ്യ സംഘാടകർക്ക് അടക്കം അവർ നൽകുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ GCDയിൽ നിന്ന് അടക്കം ഇത്തരത്തിൽ അനുമതികൾ അതിവേഗത്തിൽ ലഭിച്ചത്? പൊതുമരാമത്ത് വകുപ്പിന്റെ പരിശോധനകൾ കൃത്യമായി നടന്നില്ലേ? ഈ പോലീസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പോലീസ് എന്ത് തരത്തിലുള്ള പരിശോധനയാണ് അവിടെ നടത്തിയത്? സ്റ്റേജിന്റെ സുരക്ഷ സംബന്ധിച്ച് പരിശോധനകൾ സാധാരണ നിലയിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നതാണ്. 11,600ഓളം പേർ അവിടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ നൃത്തത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നേരിട്ട് മാത്രം എത്തുന്നുണ്ട്. അവരുടെ രക്ഷാകർത്താക്കളുണ്ട്, അടുത്ത ബന്ധുക്കൾ, അവർ ടിക്കറ്റ് എടുത്ത് വന്ന് അത്തരത്തിൽ ഗാലറിക്ക് ചുറ്റും ഇരിക്കുന്ന ആളുകളാണ്. അങ്ങനെ തിങ്ങി നിറഞ്ഞ് ആളുകൾ വരുന്ന ഒരു പശ്ചാത്തലമാണ് എന്ന് നേരത്തെ തന്നെ അറിഞ്ഞിട്ട് കൂടി അവിടെ വേണ്ട മതിയായ സുരക്ഷാ പരിശോധനകൾ നടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി തന്നെയുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. GCDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവിടെ സ്റ്റേഡിയത്തിന്റെ ചുമതലക്കാരിൽ നിന്ന് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. മുമ്പ് മറ്റു പരിപാടികൾ നടക്കുമ്പോൾ, അത് കായിക മേളകളാണെങ്കിലും അതുമായി കലാപരിപാടികളാണെങ്കിലും എല്ലാം തന്നെ നടക്കുമ്പോൾ നേരിട്ട് തന്നെ ഉദ്യോഗസ്ഥരെത്തി പലവട്ടം അവരുടെ പരിശോധനകൾ നടത്താറുണ്ട്. ആ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ അനുമതികൾ നൽകാവൂ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം എഞ്ചിനീയർ സസ്പെൻഷനിലാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടോ മേയറുമായിട്ടോ പോലും ഇത്തരം കാര്യങ്ങൾ അവർ സംസാരിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു വലിയ ഒരു സംഘാടക സമിതി ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ടെന്നും വലിയൊരു പരിപാടി അവിടെ നടക്കാൻ പോകുന്നു എന്ന കാര്യമോ അതിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചില്ല എന്നത് തന്നെയാണ് ആ സസ്പെൻഷന് കാരണമായി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എന്നാൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വീഴ്ചകളുണ്ട്. ഇങ്ങനെ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് അനുമതി നൽകുന്നതിന് മുമ്പ് നിരവധി ഘട്ടങ്ങളിലൂടെയുള്ള പരിശോധനകൾ, സാധാരണ നിലയിൽ സുരക്ഷാ പരിശോധനകൾ നടക്കണം, മറ്റ് അനുബന്ധ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്.
KSEBയുടെ അടക്കം അവിടെ അത്തരം കാര്യങ്ങളിലുള്ള സുരക്ഷ പരിശോധിക്കാറുണ്ട്. സുരക്ഷാ സൗകര്യങ്ങൾ പെട്ടെന്ന് ആംബുലൻസും ഫയർഫോഴ്സും അടക്കം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം, ഒരു അപകടം ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിവേഗം അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള എന്തെല്ലാം മുൻകരുതലുകളാണ് എടുത്തത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ നോക്കാറുണ്ട്. എന്നാൽ ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അതിവേഗം എല്ലാ അനുമതി പത്രങ്ങളും തങ്ങൾ വാങ്ങിയെടുത്തു എന്ന് ഏറ്റവും ഒടുവിൽ പോലും ഇതിന്റെ സംഘാടകർ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അനുമതി നൽകിയ സംഘാടകർക്ക് അല്ലെങ്കിൽ അധികൃതർക്കെതിരെ ആയിരിക്കണം കേസ്, അല്ലെ ജിജീഷ്? ഈ പോലീസിന്റെ വീഴ്ച ജിജീഷ് തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായല്ലോ. ഇത്രയധികം ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ആളുകളെ കയറ്റി വിടുന്നതിൽ ഉൾപ്പെടെ പോലീസിന് പ്രത്യക്ഷത്തിൽ വീഴ്ച ഉണ്ടായി എന്നതും വ്യക്തമല്ലേ? ഒപ്പം തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഉമാ തോമസ് വേദിയിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അവിടെ നിന്ന് ഉമാ തോമസ് അപകടം സംഭവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതായത് ഉമാ തോമസിന് അപകടം സംഭവിക്കുന്ന ദൃശ്യങ്ങൾ. അതിൽ നിന്ന് കൃത്യമായി വ്യക്തമാണ് എത്രത്തോളമാണ് ആ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നത് എന്നുള്ളത്. കാരണം അവിടെ കൃത്യമായ ഒരു ബാരിക്കേഡ് സംവിധാനമില്ല. ഉമാ തോമസ് നടന്നു വരുന്നു. ആദ്യം ഇരിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് മന്ത്രി അടക്കമുള്ള ആളുകളുണ്ട്. അവരുടെ അടുത്തേക്ക് വിശേഷം ചോദിക്കുന്നതിന് വേണ്ടി നീങ്ങുമ്പോൾ അവിടെ മറ്റൊരാൾ നിൽക്കുമ്പോൾ അവിടെ വളരെ ചെറിയ സ്ഥലം, വളരെ കുറഞ്ഞ സ്ഥലം മാത്രമാണുള്ളത്. അവിടുന്ന് നേരെ കാൽവഴുതി താഴേക്ക് വീഴുന്ന ഒരു കാഴ്ച. അതായത് ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്ന, കഷ്ടിച്ചൊരാൾക്ക് ഒരു വരി കസേര മാത്രം ഇടാൻ കഴിയുന്ന സ്ഥലത്ത് 2 വരി കസേര, അതിനുശേഷം ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന രീതിയിലാണ്. അത്രയും സ്ഥലമുള്ളപ്പോൾ അവിടെ ഒരു ബാരിക്കേഡെങ്കിലും നിർബന്ധമായിട്ടും വെക്കേണ്ടതായിരുന്നു. ഈ സ്റ്റേജ് പണിയുമ്പോൾ എങ്ങനെയായിരിക്കണം മുൻനിര കസേരകൾ ഇട്ടിട്ടുണ്ടാവുക എന്നതുകൂടിയാണ്. ജീവൻ പണയം വെച്ച് ഇവരൊക്കെ ഇരുന്നോട്ടെ എന്ന് സംഘാടകർ നിശ്ചയിച്ചിട്ടുണ്ടാകും. ഒപ്പം തന്നെ നമ്മൾ GCയുടെ ഒരു ഭാഗത്ത് നിന്ന് അവർ കൃത്യമായി ഇത്രയും ആളുകൾക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വേദി ഒരുക്കരുത് എന്ന് പറഞ്ഞിരുന്നു എന്ന് GCD ചെയർമാൻ തന്നെ പറയുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു സ്റ്റേഡിയമാണ്, ക്രിക്കറ്റും ഫുട്ബോളും അടക്കം ഉള്ള മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയത്തിനുള്ളിൽ വരെ, സ്റ്റേഡിയത്തിൻ്റെ നടുവിൽ വരെ ആംബുലൻസ് അടക്കമുള്ള എമർജൻസി വെഹിക്കിൾസിന് എത്തുന്നതിനുള്ള സജ്ജീകരണം കല്ലൂർ സ്റ്റേഡിയത്തിലുണ്ട്. പല ഫുട്ബോൾ മത്സരങ്ങൾക്കും നമ്മൾ കാണുന്ന താരങ്ങൾക്ക് അപകടം പറ്റുന്ന സമയത്ത് അവരെ അതിവേഗത്തിൽ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള എമർജൻസി ആംബുലൻസ് അടക്കമുള്ളവ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒത്ത നടുവിൽ വരെ എത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണം കല്ലൂർ സ്റ്റേഡിയത്തിലുണ്ട്. പക്ഷേ ഉമാ തോമസിൻ്റെ കാര്യത്തിൽ അവിടേക്ക് ആംബുലൻസ് എത്തിയില്ല. അവരെയും കൊണ്ട് മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ അവരെയും കൊണ്ട് പുറത്തെത്തുന്നു. പുറത്തുനിന്ന് ആംബുലൻസിലേക്ക്, അതായത് ഇത്രയും ക്രൂഷ്യൽ ഒരു അപകടം നടക്കുന്നു, ആദ്യ മിനിറ്റുകൾ വളരെ നിർണായകമാണ്. ആ ഒരു ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇത്രയും ദൂരം പുറത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ തന്നെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സുരക്ഷാ കാര്യങ്ങളൊക്കെ വലിയ പിഴവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആൾക്കൂട്ടം വരുന്ന ഒരു സ്ഥലമാണ് എന്നത് കണ്ടിട്ട് പോലും ഇതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്നതുകൂടിയാണ്. ജിജീഷ്, ഇനി അറിയാനുള്ളത് ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ്. ഇപ്പോൾ എങ്ങനെയാണ് ആരോഗ്യം? ഇന്ന് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അനു, ഇന്ന് 10 മണിയോടുകൂടി തന്നെ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും. ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ എങ്ങനെയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആരോഗ്യനിലയിൽ വലിയ തോതിലുള്ള പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ബുള്ളറ്റിനുകൾ വ്യക്തമാക്കുന്നതും. അതുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിന്റെ സുഹൃത്തുക്കളും ഗ്രൂപ്പ് ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ നൽകിയിരിക്കുന്ന വിവരങ്ങളും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് വലിയ ഒരു ആശ്വാസം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശരീരം ഈ മരുന്നുകളോട് കൃത്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഉമാ തോമസ് വേഗം സുഖം പ്രാപിച്ചു വരുന്നു എന്ന് തന്നെയാണ് നിരവധി ആളുകളുടെ പ്രാർത്ഥനകൾ. അല്ലെങ്കിൽ ഉമാ തോമസ് തിരികെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു പ്രാർത്ഥനകൾ ഉള്ളപ്പോൾ തന്നെയാണ് ഉമാ തോമസ് കൈകൾ അനക്കുന്നു. ആദ്യം വലിയ തോതിൽ ഗുരുതരാവസ്ഥയിലാണ് എന്നായിരുന്നു ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. കാരണം അടിയന്തര ശസ്ത്രക്രിയകൾ ആവശ്യമില്ലാത്ത ഒരു രോഗിയാണ് എന്ന ഘട്ടത്തിൽ പോലും മറ്റു തരത്തിൽ നോക്കുമ്പോൾ വലിയ തോതിൽ പൂർണ്ണമായും അപകടനില തരണം ചെയ്തിട്ടില്ല. വെന്റിലേറ്ററിൽ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം മാത്രമാണ് കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നാണ് ആദ്യ ദിവസം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അടുത്ത ദിവസങ്ങളിൽ വലിയ ആരോഗ്യനിലയിൽ പുരോഗതികൾ ഉണ്ടാകുന്നുണ്ട്. മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്നു, കൈ അനക്കുന്നു, കാലുകൾ അനക്കുന്നു, ശരീരം തന്നെ അനയ്ക്കാനും മകനോട് സംസാരിക്കാൻ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ ഉമാ തോമസിന്റെ ആരോഗ്യം വീണ്ടും കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു. അവർ ജീവിതത്തിലേക്ക് ശക്തമായി തന്നെ തിരിച്ചു വരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് കടന്നു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കൂടുതൽ ദിവസം അതിസുരക്ഷാ വിഭാഗത്തിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ തുടരേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളതെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പല വിധത്തിലുള്ള ചികിത്സകൾ, എല്ലുകൾക്ക് പൊട്ടലുണ്ട്, ക്ഷതമേറ്റിട്ടുണ്ട് ശരീരത്തിനകത്ത്, അത്തരം കാര്യങ്ങളിലെല്ലാം ഉള്ള ചികിത്സകൾ തുടരേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.
ശരി ജിജീഷ്, ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ എത്രത്തോളം സംഘാടകരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എത്രത്തോളം അതിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി വ്യക്തമാണ്. വീഴ്ച തന്നെയാണ് സംഘാടകരുടെ ഭാഗത്തുനിന്ന്, ഗുരുതരമായ വീഴ്ച, അലംഭാവം തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണം. അവിടെ നിന്ന് താഴേക്ക് വീഴുമ്പോൾ കൃത്യമായി അവിടെ ഡ്രെയിനേജ് സംവിധാനത്തിൻ്റെ സ്ലാബാണ് തൊട്ട് താഴെയുള്ളത്. സ്ലാബിലാണ് MLA തല ഇടിക്കുന്നത്. ഒരു ബാരിക്കേഡ്, ഒരു സംവിധാനവും ഇല്ല. തൊട്ടാൽ നീങ്ങുന്ന രീതിയിലുള്ള ക്യൂ മാനേജർ മാത്രമാണ് അവിടെ വെച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. സുരക്ഷ ഒരുക്കുന്നതിലെ പാളിച്ച, സംഘാടന പിഴവ് എന്നതിലുപരി എന്നത് മാത്രമല്ല, സാമ്പത്തിക ചൂഷണം കൂടിയുണ്ട് നിഖിൽ. അതുമായി ബന്ധപ്പെട്ട് കൂടി ഈ ഒരു സംഭവം കൊണ്ടെത്തിക്കുകയാണ്. അതിന്മേലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ ബാങ്ക് പക്ഷേ ഈ അപകടം നടന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു തട്ടിപ്പിനെ സംബന്ധിച്ച വാർത്ത അത് ആരും അറിയാതെ പോയിരുന്നേനെ എന്നൊരു കാര്യം കൂടിയുണ്ട്. ശരി.